ഹായ് ഫ്രണ്ട്സ്, എക്സൈവ് കാർസിന്റെ ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് BMW 320 GT മോഡലിനെയാണ്. 520യുടെ അതേ പ്ലാറ്റ്ഫോമിലാണ് GTയുടെയും പ്രൊഡക്ഷൻ. BMW 2 സീരീസിന് ശേഷം മാർക്കറ്റിലേക്ക് അവതരിപ്പിച്ച ഒരു മോഡൽ കൂടിയാണ് 320. അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലോട്ട് നമുക്ക് പോവാം. നമുക്ക് എടുത്ത് പറയേണ്ടത് 320 GTയുടെ കുറച്ച് വിശേഷങ്ങളിലേക്കാണ് നമുക്ക് ഇന്ന് എടുത്ത് പറയേണ്ടത്. 320 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ GTയിൽ വന്നേക്കുന്ന കുറേ വ്യത്യാസങ്ങളുണ്ട്. വണ്ടിയുടെ വൈഡറാണ്, ലോങ്ങറാണ്, ടോളറാണ്. വാഹനത്തിന്റെ എഞ്ചിൻ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 2 ലിറ്ററിലാണ് വാഹനം വരുന്നത്. 184 bhp പവർ നൽകിയിരിക്കുന്നത്. അതുപോലെ 380 Nm ടോർക്കാണ് വാഹനത്തിന്റെ കരുത്ത് വരുന്നത്. അപ്പൊ കുറച്ച് വണ്ടിയുടെ കുറച്ച് വിശേഷങ്ങളിലോട്ട് നമുക്ക് പോകാം. മെയിനായിട്ട് നമുക്ക് BMന്റെ തനതായിട്ടുള്ള കിഡ്നി ഗ്രിൽസ് നമുക്ക് കാണാം. അതുപോലെ തന്നെ അവരുടെ ഒരു ലോഗോ സെൻട്രലായിട്ട് അവർ പഞ്ച് ചെയ്തിട്ടുണ്ട്. ഓവറോൾ ഹെഡ്ലൈറ്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിലും പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ്സ് ആണ് വരുന്നത് വാഹനത്തിന്. അതുപോലെ തന്നെ നമുക്ക് അതിന്റെ വാഷർ യൂണിറ്റ് അതിനടുത്തായിട്ട് കാണാം. ബോട്ടം നമുക്കൊരു ക്രോം അനാവരണം ചെയ്തിട്ടുള്ള ഒരു ഫോഗ് ലാമ്പ് യൂണിറ്റ് കൂടെ കാണാം. നമുക്ക് വാഹനത്തിന്റെ ഓവറോൾ ഡിസൈൻസ് നോക്കുകയാണെങ്കിൽ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് BMW GTക്ക് നൽകിയിരിക്കുന്നത്. നമുക്ക് അതിന്റെ ഫ്രണ്ട് ബോണറ്റ് ഭാഗം നോക്കുമ്പോൾ തന്നെ ക്യാരക്ടർ ലൈൻസ് ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. അതിന്റെ ലക്ഷറി ബാഡ്ജിങ് ഉണ്ട്. ഒരു ക്രോം ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു ആരോ ഷേപ്പിലുള്ള ഒരു ക്രോം ഫിനിഷിംഗ് നമുക്ക് ഫ്രണ്ടറിലായിട്ട് കാണാം. അതുപോലെ നമുക്ക് സൈഡ് വ്യൂ നോക്കുമ്പോൾ ഒരു GT കൂപ്പയുടെ കറക്റ്റ് വ്യൂ കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ സൈഡ് പോർഷനിലോട്ട് തന്നെ വരേണ്ടിയിരിക്കുന്നു. അതുപോലെ നമുക്കൊരു റിയർ വ്യൂ മിറർ LED സ്ട്രിപ്സോട് കൂടിയ ഒരു റിയർ വ്യൂ മിറർ കാണാം. അതുപോലെ നമുക്ക് ഫ്രെയിംലെസ് ഡോർസ് ആണ് വാഹനത്തിന് വരുന്നത്. ഒരു കൂപ്പെ ഡിസൈൻസ് ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ലുക്ക് വാഹനത്തിന് ഫീൽ ചെയ്യുന്നുണ്ട്. അലോയുടെ കാര്യം നോക്കുകയാണെങ്കിലും വളരെ സ്പോർട്ടി ആയിട്ടുള്ള ഒരു അലോയ്സ് ആണ് BMW GTക്ക് നൽകിയിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഡോറിന്റെ ഗ്ലാസിന്റെ പോർഷനിലെല്ലാം നമുക്ക് ക്രോം അനാവരണം കാണാൻ പറ്റും. അത് കുറച്ചുകൂടി വാഹനത്തിന് അട്രാക്ഷൻ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വാഹനത്തിന്റെ ഓവറോൾ ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ മറ്റുള്ള വാഹനങ്ങളെക്കാളും കുറെ കൂടി ക്ലിയറൻസ് GTക്ക് കൂടുതലാണ് BMW നൽകിയിരിക്കുന്നത്. വാഹനത്തിന്റെ പിൻവിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഷാർഫിൻ ആൻറ്റിനാസ് വരുന്നുണ്ട്. LED സ്റ്റോപ്പ് ലൈറ്റ്സ് ആണ് വാഹനത്തിന് വരുന്നത്. സെൻട്രലായിട്ട് കാണാം. റിയർ ഡീഫോഗർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഓവറോൾ ബാക്ക് ഡിസൈൻസ് നോക്കുമ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പോയിലർ യൂണിറ്റ് കൂടി, ഇലക്ട്രിക്കായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോയിലർ യൂണിറ്റ് കൂടി വാഹനത്തിന് വരുന്നുണ്ട്. ഒരു 100 above സ്പീഡ് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓപ്പൺ ആവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഒരു ഇലക്ട്രിക്കായിട്ട് നമുക്ക് മാനുവലായിട്ടും ഓപ്പൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ്സ് വാഹനത്തിന് നൽകിയിരിക്കുന്നു. ഡ്യുവൽ എക്സോസ്റ്റ് യൂണിറ്റ് ആണ് വാഹനത്തിന് വരുന്നത്. അതുപോലെ ഒരു ക്രോം യൂണിറ്റ്സ് നമുക്ക് റിയറിലായിട്ട് കാണാം. ക്യാമറ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സെൻസർ യൂണിറ്റ് അഡീഷണൽ ആയിട്ട് വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബൂട്ട് സ്പേസ് തന്നെയാണ്. നമുക്ക് ഇലക്ട്രിക്കലി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബൂട്ട് സ്പേസ് ആണ് വാഹനത്തിന് BMW നൽകിയിരിക്കുന്നത്. അതിൽ നമുക്ക് റിമോട്ടിൽ കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ വൈഡായിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് നമുക്ക് ഈ സെഗ്മെന്റിൽ 320 GTയിൽ വളരെ വൈഡായിട്ടുള്ള ഒരു സ്പേസ് തന്നെ നൽകിയിരിക്കുന്നു. നമുക്ക് അത്യാവശ്യം ട്രാവൽ ചെയ്യുന്ന സമയത്ത്, ലോങ്ങ് പോകുന്ന സമയത്ത് വളരെ ലഗേജ് അധികം തന്നെ ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വാഹനത്തിൻ്റെ ഒരു സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബൂട്ട് സ്പേസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അതുപോലെ ഒരു പ്ലസ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. നമുക്കിപ്പം 2 പാസഞ്ചേഴ്സേ ഉള്ളെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലാറ്റ് ബെഡായിട്ട് നമുക്ക് അതിൻ്റെ സീറ്റ്സ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലാണ് അതിൻ്റെ സീറ്റ്സൊക്കെ അവർ തയ്യാറാക്കിയിരിക്കുന്നത്. അത്യാവശ്യം ലോങ് പോകുന്ന സമയത്ത് നമുക്ക് ലഗേജ് കൂടുതലുള്ള സമയത്തും ട്രാവൽ ചെയ്യുന്ന സമയത്തും ഇപ്പം പാസഞ്ചേഴ്സൊക്കെ കുറവാണെന്നുണ്ടെങ്കിലും നമുക്ക് അത്രത്തോളം സ്പേസ് യൂട്ടിലൈസേഷൻ ചെയ്യാനായിട്ട് GTക്ക് കഴിയുന്നുണ്ട്. വാഹനത്തിന്റെ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കളർഫുൾ രീതിയിലോട്ടുള്ള ഒരു ഇന്റീരിയർ കൊടുത്തിരിക്കുന്നത്. ടാൻ ലെതറാണ് നമുക്ക് GTയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഡോറിന്റെ സൈഡ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴും നമുക്ക് ലെതറിന്റെ ഫിനിഷിങ് കാണാം. അതുപോലെ ഒരു അനലോഗ് ക്ലസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വാഹനത്തിന്റെ ക്രൂയിസ് കൺട്രോള്, ബാക്കി ഡിസ്റ്റൻസ് ടു MD, അതുപോലുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് സ്റ്റിയറിംഗിൽ തന്നെ കൺട്രോൾ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് iDrive ഫെസിലിറ്റീസ് ആണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അപ്പം വളരെ ഈസി ആയിട്ട് അതിൻ്റെ സെറ്റിങ്സ് ഒക്കെ നമുക്ക്
സെലക്ട് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ നമുക്ക് അതിൻ്റെ ഇന്റീരിയറിന്റെ കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് ഫിനിഷിങ്ങിലുള്ള ഒരു വുഡാണ് നമുക്ക് പാനലിനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇന്റീരിയറിൽ നൽകിയിരിക്കുന്നത് അതിൽ ഒരു സിൽവർ ഫിനിഷിങ്ങിന്റെ ഒരു യൂണിറ്റ് കൂടെ കാണാം. അതുപോലെ 2 സോൺ AC ആണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, പുഷ് ബട്ടൺ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുപോലെ നമുക്ക് വൈഡായിട്ടുള്ള ഒരു സൺറൂഫ്, വൈഡായിട്ടുള്ള ഒരു സൺറൂഫാണ് വാഹനത്തിന് BMW. ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമ്മൾ GT-യിൽ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ കൂടി നമുക്ക് വാഹനത്തിന് നൽകിയിരിക്കുന്നത് അതിൻ്റെ ലെഗ് സ്പേസ് തന്നെയാണ്. നമുക്ക് റിയറിൽ ഇരിക്കുന്ന സമയത്ത് വളരെ സഫീഷ്യൻ്റ് ആയിട്ട് 5 മെമ്പേഴ്സിന് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ സീറ്റിംഗ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തൈ സപ്പോർട്ട്സും വളരെ മാക്സിമം തൈ സപ്പോർട്ട് കിട്ടുന്ന രീതിയിലാണ് അതിൻ്റെ സീറ്റ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത്. റിയറിൽ നമുക്ക് AC-യുടെ ഒരു യൂണിറ്റ്സ് കാണാം. അതുപോലെ വൈഡായിട്ടുള്ള ഒരു സൺറൂഫ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ നമുക്കൊരു ആംറസ്റ്റിൽ നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങളൊക്കെ ആംറസ്റ്റിൽ വരുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. വളരെ വൈഡായിട്ടുള്ള കുറേ ഫീച്ചേഴ്സാണ് നമുക്ക് വാഹനത്തിന് നൽകിയിരിക്കുന്നത്.